Merry Christmas! നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മുടെ ക്രിസ്മസിന്റെ കുട്ടി വ്ളോഗിലേക്ക്. ഇത് നമ്മുടെ ക്രിസ്മസ് ഈവിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ. അതായത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോകും, നമ്മുടെ പ്ലം കേക്ക് കട്ട് ചെയ്യാൻ പോകും. ഇത് നമ്മൾ മിനീസ് കളർ ക്രംസിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇതാണ് കേട്ടോ. പുള്ളിക്കാരി ഒരു ഹോം ബേക്കറാണ്, നല്ല അടിപൊളിയായിട്ട് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കും. എൻ്റെ 2-3 ബർത്ത്ഡേക്ക് പുള്ളിക്കാരി ആൻറ്റിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അടിപൊളി കേക്ക്സ് ആണ്, കൊച്ചി ബേസ്ഡ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും നല്ല കേക്ക്സ് ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തു. അടിപൊളി കേക്കായിരുന്നു, എപ്പോഴത്തെ പോലെ സൂപ്പർ കേക്ക്. ഇത് നിങ്ങൾക്കുള്ളതാണേ. മേരി ക്രിസ്മസ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം, ഇടിയപ്പം, എഗ് റോസ്റ്റ്, ചിക്കൻ സ്റ്റ്യൂ ആൻഡ് ചിക്കൻ മപ്പാസ്. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കഴിച്ചോ? അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. കഴിക്കാം. അപ്പം അല്ലേ ഒരു അപ്പം എടുക്കാം. പിന്നെ ക്രിസ്മസിന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് സ്റ്റൂ എന്ന് പറയുന്നത്. അതിപ്പോൾ മട്ടൺ സ്റ്റൂ ആണ് സാധാരണ. നമ്മളിപ്പോൾ രാവിലെ ആയതുകൊണ്ട് മട്ടൺ കഴിക്കാൻ ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ സ്റ്റൂ ആണ് ആക്കിയേക്കുന്നത് കേട്ടോ. ചിക്കൻ സ്റ്റൂ നല്ല കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടേക്കുന്ന ഒരു ചിക്കൻ സ്റ്റൂ മതിയോ? അപ്പൊ ഞാനും എടുക്കാം. കഴിക്കാം. ആദ്യം നിങ്ങൾക്ക്. ഇത് ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ. സൂപ്പർ. ഇപ്പൊ സമയം 1 മണിയായി. അപ്പൊ എല്ലാവരും ലഞ്ചൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കായിരിക്കും അല്ലെ? അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ലഞ്ച്? പ്രിപ്പയർ ചെയ്തായിരുന്നോ, ഓർഡർ ചെയ്യണോ, അതെല്ലാവരും കൂടെ പുറത്തു പോയി അടിച്ചു പൊളിക്കുകയാണ്? അപ്പൊ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തേക്കുവാണ്. അപ്പൊ ഞാൻ എന്താ ഓർഡർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ, ഇതാണ് നമ്മുടെ അച്ചായൻ സദ്യ. അതായത് കൊച്ചിയിലുള്ള കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നിന്നാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നല്ല ഗ്രേപ്പ് വൈനാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ മാങ്ങാച്ചാറുണ്ട്, അതുപോലെ തന്നെ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി, പിന്നെ ബീഫ് ഉലർത്തിയത്, ഡക്ക് മപ്പാസ്, എഗ് റോസ്റ്റ്, മീൻ മുളകിട്ടത്, ചിക്കൻ പൊരിച്ചത്, പിന്നെ കല്ലപ്പം, ചോറ്, പുളിശ്ശേരി, പിന്നെ ചിക്കൻ ബിരിയാണി. അതിൻ്റെ കൂടെ 2 ഇതുണ്ട്, അതായത് ചമ്മന്തിയും ഉണ്ട്, ഓണിയൻ റേത്തയുണ്ട്. അപ്പോൾ ഇതാണ് അച്ചായൻ സദ്യ. എന്താ വിഭവ സമൃദ്ധമായ ഒരു ലഞ്ചല്ലേ, അടിപൊളി. അപ്പം ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് അച്ഛൻ ഒരു അത്യാവശ്യമായിട്ട് വെളിയിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ അച്ഛൻ ഇല്ലാത്തത്, വീഡിയോയിൽ വരാഞ്ഞത്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മയാണ് വീഡിയോ എടുത്തു തരുന്നത്. അതാണ് കേട്ടോ, അമ്മ രാവിലെ അമ്മ തന്നെയാണ് വീഡിയോ എടുത്തു തരുന്നത്. എപ്പോഴും എനിക്ക് മിക്കപ്പോഴും അമ്മ തന്നെയാണ് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതിനി കഴിച്ചു നോക്കാം. അപ്പം ആദ്യം നമുക്ക് വൈൻ കുടിച്ചു നോക്കാം. എനിക്കത്ര വൈൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ, ആരും ഒന്നും വിചാരിക്കരുത്. ഇനി കട്ട്ലറ്റ് കഴിക്കാം. നല്ല ചിക്കൻ കട്ട്ലറ്റ് കേട്ടോ. വൈൻ ഇങ്ങനെ എരിഞ്ഞിറങ്ങുന്നു കേട്ടോ.
ഇനി നമുക്ക് കല്ലപ്പം കഴിച്ചു നോക്കാം. കല്ലപ്പത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ആദ്യം മപ്പാസത്തിന് കഴിച്ചു നോക്കാം. നല്ല താറാവ് മപ്പാസാണ്. അത് മുക്കി കഴിച്ചു നോക്കാം. അടിപൊളി. താറാവ് മപ്പാസ് അടിപൊളി. ഇനി കുറച്ച് ചോറ് കഴിക്കാം നമുക്ക്. ചോറും പുളിശ്ശേരിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മീനിൻ്റെ കറിയൊക്കെ കൂട്ടി, അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല വെന്തിരിക്കുന്ന ബീഫ് കേട്ടോ, ബീഫ് ഉലർത്തിയതും അതുപോലെ തന്നെ കുറച്ച് അച്ചിങ്ങപ്പയർ, ഇതൊക്കെ കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി കോമ്പിനേഷൻ. ഈ ചോറും അതിൻ്റെ കൂടെ പുളിശ്ശേരിയും മീൻകറിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട വേറെ, ഇത് മതി കഴിക്കാൻ. അടിപൊളി. പിന്നെ നമ്മുടെ ബിരിയാണി അതിന് കഴിച്ചു നോക്കാം. കുറച്ച് പീസും, ഇന്ന് എനിക്ക് ലെഗ് തന്നെ കിട്ടി. അതിൻ്റെ കൂടെ ഒനിയൻ സാലഡും പിന്നെ റേത്തയും ചമ്മന്തിയും കൂടെ കൂട്ടി ഒരു ബിരിയാണി കഴിച്ചു. റൈസൊക്കെ ഇങ്ങനെ അരിഞ്ഞു പോവാ, നല്ല ടേസ്റ്റ്, അടിപൊളി. അപ്പം മൊത്തത്തിൽ സദ്യ അടിപൊളി. പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാവേ. ഇത് നമ്മുടെ വീട്ടിലിട്ടേക്കുന്ന സ്റ്റാർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഞാനിപ്പോൾ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. വൈകുന്നേരം ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഇട്ടോ? ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ലുലുവിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ലുലുവിൽ അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് കൊക്കോക്കോലയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അതുപോലെ തന്നെ അകത്ത് കയറുമ്പോഴത്തേക്കും അതിൻ്റെ ലോബിയിലൊക്കെ അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ കുറേ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല വൈബായിരുന്നു കേട്ടോ. അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ 3 ടൈപ്പിൽ അവർ പുൽക്കൂട് വെച്ചേക്കുന്ന കേട്ടോ. പല ടൈപ്പിലെ പുൽക്കൂട് അവർ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ, നല്ല രസമുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 4 മണിയായി, ടീ ടൈം. അമ്മയ്ക്കാണെങ്കിൽ വൈകുന്നേരത്തെ ചായ മസ്റ്റ് ആണ്, അതില്ലാത്ത അമ്മയ്ക്ക് പറ്റത്തില്ല. അല്ല അമ്മ. അപ്പൊ ഞങ്ങളിപ്പോ ടീ ടൈം ആണ്. ഞാൻ ഇന്ന് കോഫിയാണ് കേട്ടോ കുടിക്കുന്നത്. അമ്മയ്ക്ക് ചായ ഇട്ട് കൊടുത്തു, ഞാൻ ഇന്ന് കോഫിയാണ്. പിന്നെ ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പ്ലം കേക്ക് എന്നുള്ളത്. അതില്ലാണ്ട് എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പം പ്ലം കേക്കും ഉണ്ട്. പിന്നെ ഒരു വെജ് കട്ട്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാം. കോഫി കുടിക്കുമ്പോൾ എന്താ സുഖമല്ലേ. അമ്മയെ പോലെ ഇങ്ങനെ വൈകുന്നേരം കോഫി അല്ലെങ്കിൽ ചായ നിർബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നല്ല സ്ട്രോങ് കോഫിയാണ് കേട്ടോ. നമ്മുടെ പ്ലം കേക്ക് കഴിക്കണ്ടേ പിന്നെ. അടിപൊളി, സൂപ്പർ. കട്ട്ലറ്റും കൂടെ കഴിച്ചു നോക്കാം. നല്ല ബീട്രൂട്ട് ഒക്കെ വെച്ച കട്ട്ലറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാറിന്റെ ഈവനിങ് വ്യൂ. നല്ല ഭംഗിയുണ്ടല്ലേ ആ സ്റ്റാറിൽ ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. എല്ലാ വീട്ടിലോട്ടും നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. എല്ലായിടത്തും ഇതുപോലെ നല്ല നല്ല സ്റ്റാർസ് ഒക്കെ വെച്ചേക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴും വീണ്ടും ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി. ക്രിസ്മസ് അല്ലേ, അപ്പം എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വന്നേക്കുന്നത് എടപ്പള്ളി പള്ളിയിലാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയോ അത് അലങ്കരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഇതുപോലെ ഭയങ്കര ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഈവൻ ആ കുരിശടി ഉൾപ്പെടെ, അതുപോലെ തന്നെ എന്താ പറയുക മരത്തിലും ഇതിലൊക്കെ. അതുപോലെ തന്നെ നല്ല വലിയൊരു LED ലൈറ്റ്സ് ഒക്കെ വെച്ചൊരു സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ വരുമ്പോൾ. അതുപോലെ തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുമായിരുന്നു.
ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഫുൾ ആ ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഈ ഇത്രയും ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സന്തോഷം വരും അല്ലേ. അതുപോലെ ലൈറ്റ്സ് വെച്ചിട്ട് ഒരു പന്തല് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. പള്ളി നന്നായിട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പള്ളിയുണ്ട്, എന്ത് ഭംഗിയല്ലേ, എന്ത് പോസിറ്റിവിറ്റി അവിടെ നോക്കുമ്പോൾ അല്ലേ. ആ പല പല കളറിങ്ങിന് വരുന്ന കാണാൻ എന്ത് രസമാണ്, അടിപൊളി. ഇപ്പൊ സമയം 8:30 അപ്പൊ ഞങ്ങള് ഡിന്നർ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല, ഒരു ഫ്രൂട്ട് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. കാരണം ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ ആ ഇലയിൽ വിളമ്പി വെച്ചേക്കുന്നത്, അത് ഞാനും അമ്മയും കൂടെ ആ ഒരു ഇലയിൽ തന്നെ ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ സ്നാക്സ് എല്ലാം കഴിച്ചു. ഇപ്പൊ വിശക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫ്രൂട്ട് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ്. അങ്ങനെ ഈ വർഷത്തെ അതായത് 2023 ക്രിസ്മസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ അടിച്ചു പൊളിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? അപ്പോൾ ഫാമിലിയോട് ആയിരുന്നോ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നോ, എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തത് വരാൻ പോകുന്നത് ന്യൂ ഇയർ ആണ്, അതായത് 2024. എന്ത് പെട്ടെന്നല്ലേ വർഷം പോയത്. അപ്പോൾ ഇനി അതിനു വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആണ്. നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതിനടിച്ചു പൊളിക്കാം നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞങ്ങൾക്ക് നല്ല ആശ്വാസം, ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.